പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയെ മനസ്സിലോർത്ത് ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അവർ നിങ്ങളോട് ഇപ്പോഴും പിണക്കത്തിലാണോ എന്നതിനെക്കുറിച്ച് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ വെള്ള പ്രതലത്തിലുള്ള ലവ് ചിഹ്നം, റോസ് നിറത്തിലുള്ള, പിങ്ക് നിറത്തിലുള്ള ലവ് ചിഹ്നം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് പോകാം. ആ വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ വെള്ളയും പിങ്കും നിറത്തിലുള്ള ലവ് ചിഹ്നമാണെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. അവർ നിങ്ങളോട് ഇപ്പോഴും പിണക്കത്തിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവരുടെ മനസ്സിൽ നിങ്ങളോട് വല്ല പിണക്കവും ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ നിങ്ങളെ സ്നേഹിച്ചു അല്ലെങ്കിൽ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ചില ശത്രുക്കൾ, ചില പ്രതിബന്ധങ്ങൾ, ചില തടസ്സങ്ങൾ, വെല്ലുവിളികൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലുണ്ടായി. ആ വെല്ലുവിളികൾ നിങ്ങൾക്ക് ചിലത് തടയാൻ കഴിഞ്ഞു, ചിലത് തടയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? നിങ്ങളോട് ഒരുപാട് ഇഷ്ടം പങ്കുവച്ച, നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് തികഞ്ഞ ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. തികഞ്ഞ ഇഷ്ടം, അതിലൊന്നും കുറവ് വരാനില്ല. നിങ്ങളെ വളരെ തീക്ഷ്ണമായി ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ കരുതൽ ഒന്നും വെറുതെയായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് എന്നോട് പിണക്കമാണോ, അകൽച്ചയാണോ, എന്നോട് വെറുപ്പാണോ, അല്ലെങ്കിൽ എന്നെ ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പം ഇരുന്നുകൊണ്ട്, ആ വ്യക്തിയുടെ ചുറ്റും ഇരുന്നുകൊണ്ട് ചില ആളുകൾ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം അത് കളവാണ്, കാപട്യമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവർ സദാസമയവും, അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒപ്പമുള്ള ആളുകളാണ്. ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, അടുത്ത, ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾ ആരുമാകാം, ബന്ധുക്കളാകാം, ഏറ്റവും അടുത്ത ആളുകളാകാം, വീട്ടുകാരാകാം. അവർ നിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ വിശ്വാസം ആർജിച്ചെടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ആർജിച്ചെടുത്ത വിശ്വാസം, നിങ്ങൾക്ക് ഇതുവരെയും ആ വ്യക്തി നൽകിയ സ്നേഹം, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം അത് കപടമാണെന്ന് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് കപടമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നു. അങ്ങനെ അവർ അത് കപടമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ചില ചാഞ്ചാട്ടങ്ങളുണ്ടായി. അത് ആത്യന്തികമായിട്ടുള്ളതല്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്കുള്ള സ്നേഹം അതുപോലെ തന്നെ ആ വ്യക്തി നിലനിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്പം പോലും കുറയുന്നില്ല. ആ വ്യക്തി വളരെ തീക്ഷ്ണമായി, വളരെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ആ ഇഷ്ടം. ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ സദാസമയവും നിങ്ങളെ വെറുക്കൂ, നിങ്ങളെ ഇനി ബന്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ആളുകൾ വരണ്ട, ഇങ്ങനെ ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല അവർ ഒരു 3-4 തരത്തിൽ നിങ്ങൾ ആ വ്യക്തിയുമായി അടുക്കാതിരിക്കാൻ വേണ്ടി ചുറ്റുവലയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതൊരു പക്ഷേ നോക്കുവാനായിരിക്കും. നിങ്ങളെവിടെയൊക്കെ വരുന്നു, നിങ്ങളൊക്കെ പോകുന്നു, ഇനിയും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധം വളർന്നു വരാൻ ഇടയുണ്ടോ, വളർന്നു വരാൻ സാധ്യതയുണ്ടോ, അതിനൊക്കെ തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോട് ആ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാതിരിക്കുന്നത് നിങ്ങൾ ഇവരാൽ ആക്രമിക്കപ്പെടുമോ, നിങ്ങൾ ഇവരാൽ ശത്രുവാക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. അതായത് നേരിട്ട് ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ ശത്രുക്കളാകാതിരിക്കാനും നിങ്ങൾക്ക് അതിലൂടെ യാതൊരു നഷ്ടവും ഉണ്ടാകാതിരിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളോട് താല്പര്യമാണ്. നിങ്ങളത് ഉറച്ച് നിലപാടെടുത്തു കൊള്ളുക. വ്യക്തി ഉടൻ വരുന്നതുമാണ് നിങ്ങളുടെ അടുത്തേക്ക്. അതിൽ നമുക്ക് അടുത്ത ഫയലിലേക്ക് പോകാം. ആ ലവ് ചിഹ്നം, ഇരുട്ട് നിറഞ്ഞ ആ പ്രതലത്തിൽ കാണുന്ന രണ്ടാമത്തെ ലവ് ചിഹ്നം, ചുവന്ന ഈ കാണുന്ന ലവ് ചിഹ്നം തിരഞ്ഞെടുത്ത
ആളുകളുടെ വ്യക്തികൾ അവരോട് പിണക്കം എപ്പോഴും ഉണ്ടോ, അവരോട് വെറുപ്പുണ്ടോ എന്നൊക്കെയാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോടും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോടും തെറ്റിദ്ധാരണാജനകമായ നുണകൾ പറഞ്ഞുണ്ടാക്കുകയായിരിക്കുകയാണ്. ചുറ്റുമുള്ള ഒരാളും നിങ്ങളെ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പരസ്പരം ഒന്നാകാനായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിഷ്കളങ്കതയുള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തി, ഇപ്പോൾ നിങ്ങളോട് പിണക്കമുള്ള ആ വ്യക്തി ഒരുപാട് നിഷ്കളങ്കത പുലർത്തിയിരുന്ന ആളാണ്. ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ത് വന്ന് പറഞ്ഞാലും ആ വ്യക്തി അത് അതുപോലെ വിശ്വസിക്കുന്നു. അങ്ങനെ അതുപോലെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങൾ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ആ വ്യക്തി പരസ്യമാക്കിയതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? എല്ലാ കാര്യങ്ങളും പരസ്യമാക്കി നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഭാഗത്തും ആ വ്യക്തിയുടെ ഭാഗത്തും ഉണ്ടായ ആളുകൾ വിജയിച്ചു. അവർ നിങ്ങളെ പൂർണ്ണമായും അകറ്റാൻ ശ്രമിച്ചു. അവർക്കതിന് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ള ബന്ധം വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇരുളടഞ്ഞ രീതിയായിപ്പോയി. നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു മാനസിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്ത് തീരുമാനം എടുക്കുന്ന പോലും പറയാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടു. ആളുകൾ എന്ത് വന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പിണക്കം. സത്യസന്ധമായി നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആത്മാർത്ഥതയുള്ള തലം പോലും മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല. ആ വ്യക്തി അതിന് തുനിഞ്ഞില്ല, ആ വ്യക്തി അതിന് ശ്രമിച്ചില്ല. അങ്ങനെ നിഷ്കളങ്കമായി കാര്യങ്ങൾ തീരുമാനിച്ച് പെട്ടെന്ന് വൈകാരികമായി മുന്നും പിന്നും നോക്കാതെ തീരുമാനമെടുത്തു. ആ വ്യക്തി നിങ്ങളെ പ്രണയിച്ചതും പെട്ടെന്നാണ്, നിങ്ങളെ തെറ്റിദ്ധരിച്ച് വെറുത്തതും പെട്ടെന്നാണ്. ഇത് രണ്ടും പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു. അതായത് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി പോയി. നിങ്ങളെ ആ വ്യക്തി വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചതാണ്. നിങ്ങൾ അങ്ങോട്ട് താല്പര്യം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, പ്രണയിച്ചു, മനസ്സിലാക്കി നിങ്ങളുമായി നല്ല രീതിയിലൊരു ഇഴയടപ്പമുള്ള ബന്ധമുണ്ടായി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? മറ്റുള്ള ആളുകൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞു, ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, തെറ്റിദ്ധരിപ്പിച്ചു. പൂർണ്ണമായും പിന്നെ അവർ പറയുന്നത് വിശ്വസിച്ച് മനസ്സിൽ നിന്ന് പൂർണ്ണമായി നിങ്ങളെ ആ വ്യക്തി കളഞ്ഞു എന്ന് പറയുമ്പോഴും ആ വ്യക്തി ഒരു നിഷ്കളങ്കത നിറഞ്ഞ വ്യക്തിയായതുകൊണ്ട് ആ ഇഷ്ടത്തിൻ്റെ അതിർവരമ്പുകൾ ഇപ്പോഴും അവിടെ അവശേഷിച്ചു. നാളെ അത് തിരിച്ചു വന്ന് കൂടുന്നതിനായി അത് ആർക്കും മായ്ച്ചു കളയാനാകാതെ അങ്ങനെ നിലനിൽക്കുകയാണ്. സത്യത്തിലൊരു വിധി ഉണ്ടാകും. എത്ര നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും എത്ര അകൽച്ചയാണെങ്കിലും നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നത്, ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയുടെ ഒരു അതിർവരമ്പുണ്ട്. അതാണിപ്പോൾ ഈ കാണുന്നത്. എത്ര ഇരുട്ട് വന്നപ്പോഴും ആ സ്നേഹത്തിൻ്റെ അതിർവരമ്പ് അവിടെ തകർന്നിട്ടില്ല. അതൊരു മഹാശക്തിയുള്ളൊരു ഭിത്തിയായി അവിടെ വർത്തിക്കുകയാണ്. അതായത് ആരൊക്കെ നിങ്ങളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് എന്ത് നുണ പറഞ്ഞാലും, അതെല്ലാം ആ വ്യക്തിയെ കൊണ്ട് വിശ്വസിപ്പിച്ചാലും, സാഹചര്യ തെളിവ് മാറ്റിയാലും, നിങ്ങളിൽ നിന്നുണ്ടായ ചെറിയ വീഴ്ചകൾ മുതലെടുത്ത് നിങ്ങളെയും ആ വ്യക്തിയെ അകറ്റാൻ നോക്കിയാലും അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അവസാനം ഈ ചിഹ്നം നിറയെ പ്രണയത്തിൻ്റെ ആ ശക്തി നിറയുന്നൊരവസ്ഥ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകാം, തെറ്റിദ്ധരിക്കപ്പെട്ട സിറ്റുവേഷൻ ഉണ്ടാകാം. ആളുകൾ വന്ന് പറയുന്നത് അപ്പാടെ ഒന്നും മുന്നും പിന്നും നോക്കാതെ ആ വ്യക്തി വിശ്വസിച്ചു. ആ വ്യക്തി വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ആ വ്യക്തിക്ക് നിങ്ങളെ വെറുക്കേണ്ടി വന്നു. ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞു, പ്രവൃത്തികൾ ചെയ്തു. ഇപ്പോൾ അകന്നുപോയി, വലിയൊരു അകൽച്ച ഉണ്ടായി. ആ അകൽച്ചയിൽ നിന്നും മറികടക്കാനോ ആ അകൽച്ചയിൽ നിന്നും മുന്നോട്ട് മാറിപ്പോകാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയായി മാറി. ആ പ്രതിസന്ധിയെ എങ്ങനെയെങ്കിലും മറികടന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു. എല്ലാം കൈവിട്ടു പോയപ്പോഴും സ്നേഹം ആത്മാർത്ഥതയുള്ളതായതുകൊണ്ട് അത് ഇപ്പോഴും തകരാതെ നിൽക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു നന്മയുണ്ടല്ലോ, ഒരു കരുതലുണ്ടല്ലോ, അത് ആ വ്യക്തിക്ക് ഒരിടത്തും കിട്ടിയില്ല. തെറ്റിദ്ധരിപ്പിച്ച ആളുകളുടെ യഥാർത്ഥ മുഖം ആ വ്യക്തി ഉടൻ അറിയും.
ഇപ്പോൾ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പം തന്നെ ആ ഇരുട്ടിൽ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ചിഹ്നം തെളിഞ്ഞു വരികയാണ്. അത് കൂടുതൽ ശോഭയോടെ തെളിഞ്ഞു വരും. ആ വ്യക്തിയുടെ ഹൃദയം മുഴുവനും എല്ലാ തെറ്റിദ്ധാരണയും മാറി, തെറ്റിദ്ധരിപ്പിച്ചവരുടെ യഥാർത്ഥ മുഖം ആ വ്യക്തി മനസ്സിലാക്കി ഒരുമിച്ച് ചേരും. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും. നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആ അലയൊലികൾ അത് പൂർവാധികം ശക്തി പ്രാപിക്കുകയും വീണ്ടും കൂടിച്ചേരുകയും ചെയ്യും. സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ നിൽക്കുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ യാതൊരു വിഷമവും അക്കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ ഒരു പരീക്ഷണഘട്ടമാണ് എന്ന് മാത്രം ചിന്തിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നു, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.